നമസ്കാരം. ധാരാളം സ്പേസ് ഡിഫിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുടെ വീഡിയോ ആണ്. ആവർത്തന ചോദ്യങ്ങളുടെ കണ്ടൻറ് ആണുള്ളത്. അപ്പോൾ 2022 ചോദിച്ചിട്ടുള്ള പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുക. 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു. കുറേയധികം ക്വസ്റ്റ്യൻസ് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് പഠിച്ചു പോവാം. അപ്പോൾ നോക്കിയേക്കാം. ഫസ്റ്റ് വൺ, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം ആണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആൻസർ വിജയരാജ സിന്ധ്യ. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം ആണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? വിജയരാജ സിന്ധ്യ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരായിരുന്നു? PJ ജോസഫ് ആയിരുന്നു. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. അടുത്തത്, വരണ്ട ഉഷ്ണക്കാറ്റിലും അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഉഷ്ണകാലം. ദേശീയ ജലപാത നമ്പർ 1 NW1 ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ, കോട്ടപ്പുറം. ഇനി കൊല്ലം കോട്ടപ്പുറം NW3 നമുക്കറിയാം. നെക്സ്റ്റ്, ഉപദ്വീപ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇലപൊഴിയും കാടുകൾ. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഹിമാലയത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇത് തേയിലക്കൃഷി, കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി, ഓറഞ്ച്, ആപ്പിൾ എന്നിവയുടെ കൃഷി ചെയ്യുന്നു ഹിമാലയത്തിൽ കൃഷി ചെയ്യുന്നവർ. തെറ്റായ പ്രസ്താവന എന്തായിരുന്നു? പരുത്തി കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ പീഠഭൂമികളിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പീഠഭൂമിയിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് റാബി വിളയാണ്. 10°C മുതൽ 26°C വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമുണ്ട്. ആൻസർ ഗോതമ്പാണ്. വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കിഴക്കൻ തീരസമുദ്രം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കിഴക്കൻ തീരസമുദ്രം. തഞ്ചാവൂർ ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. കാവേരിയാണ്. ലിപുലേഖ് ചുരം എവിടെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റാണ്. തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് സിന്ധു, നർമ്മദ, പെരിയാറുമുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിന്ധു, നർമ്മദ, പെരിയാർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശം എവിടെയാണ്? 21A. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് അരുൺകുമാർ മിശ്ര. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42 ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടി ചേർത്തത്? സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്രീയ വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10 പേരെ കൂടി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കൈലാസ് സത്യാർത്ഥി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണുള്ളത്? ബംഗാളി ഭാഷ. ഇന്ത്യ ഗവൺമെൻറ് ആറിൻ്റെ ചിഹ്നം, രൂപയുടെ ചിഹ്നം എന്ന ചിഹ്നം, ഡാഷ് ചിഹ്നം ഉപയോഗിച്ച് ദേശീയ ചിഹ്നമായി രൂപീകരിച്ചതെന്നാണ്. അതായത് ഈ രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായി സ്വീകരിച്ചതെന്നാണ് 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15-നാണ് രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിക്കുന്നത്. നെക്സ്റ്റ്, മൗലിക കടമകൾ ഏത് വിദേശ ഭരണങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. മൗലിക കടമകൾ കടമെടുത്തത് സോവിയറ്റ് യൂണിയൻ. യൂണിയൻ വഴിയാണ് കടമെടുക്കുക. യൂണിയൻ വഴി മൗലിക കടമകൾ കടമെടുത്തു എന്ന് പഠിക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായ പ്രസ്താവന ഇത് മാത്രമേ ഉള്ളൂ. 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനം രൂപീകരിച്ചു. ആൻസർ അപ്പോൾ ഇത് 2ഉം തെറ്റാകുമ്പോൾ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം ഉള്ളത്? മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെപ്പെട്ടു കൊടുത്തുള്ള പ്രസ്താവന ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക.
ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായ ജോഡി. ഓപ്ഷൻ സി ആണ് നോക്കുന്നത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഈ പ്രിലിംസിനൊക്കെ തന്നെ ഗാന്ധിജിയെ പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അതും കൂടി പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് വൺ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരിയായ ജോഡി. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലറ്റ് ആക്ട് ബന്ധപ്പെട്ടതാണിത്. പിന്നെ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ജാലിയൻ വാലാബാഗാണ്. നെക്സ്റ്റ് ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 ശരിയായതാണ്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഓക്കെ. 1957 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ ജോഡി ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡി വരിക. അതായത് രണ്ടാമത്തത് ഝാൻസി റാണി അല്ലേ, ഉണ്ടല്ലേ, ഝാൻസി റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ലക്ഷ്മിബായി. ഓക്കെ. പിന്നെ കാൺപൂർ എന്ന് പറയുമ്പോൾ അറിയാം, നാനാ സാഹിബ്. ഓക്കെ. ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ, നാനാ സാഹിബ്. നെക്സ്റ്റ് താഴെ പറയുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയാണ്. മീൻസ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം, ദയാനന്ദ സരസ്വതി. നമുക്ക് ഇത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ കാര്യം ഇഷ്ടം പോലെ ഇപ്പോൾ പ്രിലിംസ് ക്വസ്റ്റ്യൻ 2 പേപ്പറിൽ വന്നിട്ടുണ്ട്. സോ പഠിക്കുക. ഓക്കെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് എന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഡൽഹൌസി പ്രഭു, ഡൽഹൌസി എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. 1, 2 വരിക. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയുടെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ കാലത്താണ്. റെയിൽവേ ആണ്. പിന്നെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവെന്ന് വിശേഷിക്കപ്പെട്ടു. ഇനിയുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുകാർ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 1, 3 ആൻസർ. ശരിയായ ജോഡി അല്ലേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച ആളുകളുടെ ഗ്രൂപ്പാണ് 1, 3. അതായത് വി പി മേനോനും പിന്നെ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലുമാണ് നാട്ടുരാജ്യ സംയോജനം. ഓക്കെ. നെക്സ്റ്റ് രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗാനം എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതാണ്? ആൻസർ 1, 2 ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. പിന്നെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലയുടെയും ടാഗോറാണ് രചിച്ചത്. അറിയാവുന്ന കാര്യം അല്ലേ. ബംഗ്ലാദേശ് ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലയും ടാഗോറിൻ്റെയാണ്. വർത്തമാനപത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. വർത്തമാനപത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 അതായത് ബംഗാൾ ഗസറ്റ് എന്നാണ് ഇന്ത്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണിത്. അടുത്തത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് കോട്ടയം, പിന്നെ HMT ലിമിറ്റഡ് എറണാകുളം. HMT ലിമിറ്റഡ് എറണാകുളം. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 അതായത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, കുറ്റ്യാടി നദി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പമ്പ നദി. കുറ്റ്യാടി നദി. ശബരിഗിരി എവിടെയാണ്? പമ്പ നദിയാണ്. നെക്സ്റ്റ് തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സംസ്കാര സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. ആൻസർ ഓപ്ഷൻ സി നോക്കാം. ശരിയായ ജോഡി ഏതൊക്കെയാണ്? 1 തുഞ്ചൻ സ്മാരകം തൃശ്ശൂരിലെ തിരൂര്. തുഞ്ചൻ തിരൂരാണ്. പിന്നെ കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. ഇതൊക്കെ ചോദിക്കാം. തുഞ്ചൻ സ്മാരകം തിരൂര്, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി
കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. സി ആണ് ആൻസർ. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്. പിന്നെ മൂന്നാമത്തത് മുത്തശ്ശി എൻ ബാലാമണിയമ്മ. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി എൻ ബാലാമണി അമ്മ, മുത്തശ്ശി ബാലാമണിയമ്മ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേരളത്തിലെ നദികൾ അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. ആൻസർ അവിടെ ഓപ്ഷൻ ബി ആണ്. ശരിയായത് ഏതൊക്കെ വരുന്നുണ്ട്? പമ്പ, പുളിച്ചിമല, പിന്നെ ചാലക്കുടി പുഴ, ആനമല. ഓക്കെ, പശ്ചിമഘട്ടം കടന്നുപോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതെല്ലാമാണ്? ആൻസർ 2ഉം 3ഉം ശരിയായിട്ടുണ്ട്. അതായത് ഗോവയും കർണാടകത്തിൽ വഴിയും പശ്ചിമഘട്ടം കടന്നു പോകുന്നു. അടുത്തത് കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴ്ചക്കുട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ ഏതൊക്കെ? കുടുംബശ്രീയെ പറ്റി പറയുമ്പോൾ ഏതൊക്കെ ശരിയാണ്? 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. കുടുംബശ്രീയെ പറ്റിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. പിന്നെ ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിലുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. രണ്ടാമത്തത് ബീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. അടുത്തത് 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം പി.കെ. ചത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, പിന്നെ ഡോക്ടർ M.R. മേനോൻ ആരോഗ്യം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായവ കണ്ടെത്തുക. ആൻസർ 1ഉം 3ഉം ശരിയായവയാണ്. അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, അതുപോലെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. 1ഉം 3ഉം ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ, അഖിലത്തിരുട്ട്, ചവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. ചവറയച്ചൻ്റെത് ആത്മാനുതാപവും വൈകുണ്ഠസ്വാമികളുടെ അഖിലത്തിരുട്ടും. ചവറയച്ചൻ്റെത് ആത്മാനുതാപം, വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ടുമാണ്. ഓക്കെ, നെക്സ്റ്റ് കേരളത്തിലെ പത്രങ്ങൾ അവരുടെ ബന്ധപ്പെട്ട വ്യക്തികളുമുണ്ട്. പത്രങ്ങൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ആൻസർ മാതൃഭൂമി, KP കേശവമേനോൻ, ഒരെണ്ണം മാത്രം ഉള്ളൂ. നെക്സ്റ്റ് വൺ നാടകങ്ങളും അവിടെ രചയിതാക്കൾ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ്. കൃതിമതി പ്രേംജി, അടുക്കളയിൽ നിരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രിലിംസ് വന്നതാണ് കേട്ടോ. കൃതിമതി പ്രേംജി, അടുക്കളയിൽ നിരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് വൺ നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും ഉണ്ട്. ശരിയായ ജോഡി ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആൻസർ. 2ഉം 3ഉമാണ്. തൈക്കാട് A. സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. തൈക്കാട് A. സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. അടുത്തത് വാക് സത്യാഗ്രഹത്തോട് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയായ ജോഡിയാണ്. 2ഉം 3ഉം ശരിയായ ജോഡിയാണ്. 56 ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ സി തന്നെ. 2ഉം 3ഉം നോക്കാം. TK മാധവനും KP കേശവമേനോൻ അല്ലെ. TK മാധവൻ പ്രധാനപ്പെട്ട ആൾവാക്ക് സത്യാഗ്രഹത്തിൻ്റെ, ബാക്കിയുള്ളത് KP കേശവമേനോൻ. നെക്സ്റ്റ് സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയെക്കുറിച്ച് താഴെ കൊടുത്തൊരു പ്രസ്താവന ശരിയായ പരിശോധിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. 1863 തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. പിന്നെ 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ഓക്കെ, നെക്സ്റ്റ് മന്നത്ത് പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്നത്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി നായർ പ്രത്യയജന സംഘം സ്ഥാപിച്ചു. പിന്നുള്ളത് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് സവർണജാഥ നടത്തി. നെക്സ്റ്റ് EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് അല്ലേ? അതിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കും. നമുക്ക് എന്താ പറയുക ആൻസർ? ഇതിൽ 1 1/4 മലയാളം അദ്ദേഹത്തിൻ്റെ കൃതിയാണെന്ന് അറിയാം കേട്ടോ.
തെറ്റായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ 1,2 മലയാളികൾ EMS നമ്പൂതിരിപ്പാടിൻ്റെയാണ്. നെക്സ്റ്റ്, മലയാളി മെമ്മോറിയൽ ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡി. മലയാളി മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. പിന്നുള്ളത് 1891 ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? കുഞ്ഞമ്പു നായറുമുണ്ട്, ചിരുകണ്ഠനുമുണ്ട് അല്ലേ? അതെപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറില്ല, എന്നാലും നോക്കുക. കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനുമാണ് കയ്യൂർ സമരം 1941 കയ്യൂർ സമരം. കുഞ്ഞമ്പു നായറും ചിരുകണ്ഠനും. നെക്സ്റ്റ്, മനുഷ്യശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? കഠിന പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സ് ഉൾപ്പെടാത്തത് ഏതാണ്? ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അല്ലേ, ഇത് ഉൾപ്പെടാത്തത് ഒരെണ്ണമുണ്ട്. അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി ആണ് അല്ലേ. ഫോളിക് ആസിഡ് ഉണ്ട്. ഇത് 3 വരുന്നുണ്ട്. നെക്സ്റ്റ്, രാജകീയ രോഗം എന്ന പോലെ അറിയപ്പെടുന്ന എന്താണ്? രാജകീയ രോഗം എന്ന് പറയുമ്പോൾ എന്താണത്? ഹിമോഫീലിയാണ്. അതായത് രാജകുടുംബാംഗങ്ങൾപ്പെട്ടവർ, അതായത് അവർ അടുത്തടുത്ത ബന്ധുക്കളെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനിതക രോഗമാണെന്ത്? ഹിമോഫീലിയ. അപ്പോൾ റോയൽ ഡിസീസ് എന്നാണ് ഇതിനെ അറിയപ്പെടുക. അതായത് റോയൽ ഫാമിലിപ്പെട്ടവരും അടുത്തടുത്ത ബന്ധുക്കളെയാണ് അല്ലേ വിവാഹം കഴിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ വന്ന പണ്ട് എലിസബത്ത് രാജ്ഞി, ഡയാന, ആ സമയത്തുള്ള അവരൊക്കെ വരുമ്പോൾ അങ്ങനെ വന്ന അസുഖമാണ്. അതുകൊണ്ട് റോയൽ ഡിസീസ് എന്നാണ് പറയപ്പെടുക. അപ്പോൾ അങ്ങനെ ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അസുഖമായിരുന്നു എന്ത്? ഹിമോഫീലിയ. അങ്ങനെയാണ് ആ പേര് വന്നേക്കുന്നത്. നെക്സ്റ്റ്, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ആൻസർ ആർദ്രം പദ്ധതി. കണ്ണിൻ്റെ സുഗമ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം എ. പിന്നുള്ളത്, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ആസ്ഥാനം ശരിയായവ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോഴത്ത് 2ഉം 4ഉമേ ഉള്ളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂർ. ഇനി നിലനങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട നിലനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസേഴ്സ് 1ഉം 4ഉം ഉണ്ട്. അന്നപൂർണ്ണയുണ്ട്, പവിത്രയും നെല്ലാണ്. അടുത്തത്, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? അതായത് ഡയേറിയ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, കോളറയുണ്ട്. ഡയേറിയ, ടൈഫോയിഡ്, കോളറ എല്ലാം എന്താണ്? മലിനമായ കുടിവെള്ളം. ഡയേറിയ മീൻസ് വയറുകടി. താഴെ പറയുന്നവയിൽ ശരിയ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്? 1, 3 കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു, അറിയാം. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്ന വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, അതും അറിയാം. നെക്സ്റ്റ്, തെറ്റായ ജോഡി ഏതൊക്കെയാണ്? തെറ്റായ ജോഡി ഏതൊക്കെയെന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് 3ഉം 4ഉം തെറ്റായ ജോഡിയാണ്. ഇരവികുളം അല്ലേ, 4ഉം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം നമുക്കറിയാം, ചന്ദ്രണ്ണി വന്യജീവി സംഘം നമുക്കറിയാവുന്നതാണ്. പോട്ടെ, അടുത്തത് ഇത് ചോദ്യം. തെറ്റായ ജോഡി ഏതൊക്കെയാണ്? ഇവിടെയും അല്ലേ, വിറ്റമിൻ സി അതിലേത് വരുന്നത്? അലക്കുകാരും ഇതൊക്കെയാണ്. അപ്പോൾ അലക്കാരെന്ന് പറയുന്നത് സോഡിയം കാർബൺ ഓക്സിജൻ. സോഡിയം കാർബൺ ഓക്സിജൻ ഉണ്ട്. പഞ്ചസാര, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഓക്സിജൻ സമൂഹങ്ങളിലെ ആറ്റങ്ങളാണ്. അലക്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം കാർബൺ ഓക്സിജനും പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും. കാർബൺ ഡൈ ഓക്സൈഡിൽ ഏതാണ്? കാർബണും ഓക്സിജനുമാണ്. നെക്സ്റ്റ്, അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം? അൽനിക്കോ ആൻസർ എന്താണ്? മഗ്നീഷ്യം. അൽനിക്കോ വരാത്തത് മഗ്നീഷ്യമാണ്. നെക്സ്റ്റ്, കൊടുത്തിട്ടുള്ള ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. GeSiAs. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ആൻസർ ഹൈഡ്രജൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ആൻസർ 1ഉം 3ഉം. രാസവളത്തിൻ്റെ നിർമ്മാണം, അതുപോലെ പാചക ശുദ്ധീകരണം. അടുത്തത്, ഒരു ഗോളീ ദർപ്പണത്തിൻ്റെ വക്രത 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ആൻസർ 15 സെൻറ്റിമീറ്റർ. എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ എന്തിൻ്റെയാണത്?
ദൂരം 20 ഹെർട്സ് താഴെ ആവർത്തന ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ താഴെ അല്ലെങ്കിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ്. അതായത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുവാനും കേൾക്കുവാനും സാധിക്കുന്നു. നെക്സ്റ്റ്, നെഗറ്റീവ് പ്രവൃത്തി ഉദാഹരണങ്ങൾ ഏതെല്ലാം? അത് 1ഉം 2ഉം 3ഉമാണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചരിവുതലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൊടുക്കുക. അടുത്തത്, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? ഡി ആൻസർ 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ നെഗറ്റീവ് പ്രവൃത്തി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് അതുപോലെ ത്വരണത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക, അപ്പം ഇവിടെ ക്ലിയർ ആവും.